അപ്പോഴത്തേ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ മുമ്പിൽ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊട്ടക്കുന്നുകളുടെ ഒരു വലിയ ഏരിയയാണ്. ഇതെല്ലാം മൊട്ടക്കുന്നുകളാണ്. ഇതിൻ്റെ മുകളിലൊരു പശുക്കളുടെ ഫാമുണ്ട്. ഇവിടുത്തെ ഏതോ വലിയ പാൽ കമ്പനിയുടെ ഒരു ഫാമാണ്. ക്ഷീരോത്പാദന. ഇതൊരു വലിയ മൊട്ടക്കുന്ന്. ഇങ്ങോട്ട് വരുമ്പോൾ മുഴുവൻ മൊട്ടക്കുന്നുകളുടെ ഒരു വലിയ ഏരിയയാണ്. എത്ര മനോഹരമാണെന്ന് നോക്കി, കാണാൻ വളരെ മനോഹരമായൊരു കാഴ്ച. അതുപോലെ തന്നെ കരിമ്പ് കൃഷി, പുൽകൃഷി ഒക്കെയാണ് താഴെയുള്ളത്. ഞാനിപ്പോൾ ഒരു ഫുള്ള് മലയുടെ ഒരു സെൻട്രൽ പോയിൻറ്റിലാണ് നിൽക്കുന്നത്. സൂര്യനൊക്കെ അവിടുന്ന് ഉദിച്ചു വരുന്നതിൻ്റെ കാഴ്ചകളേ ഉള്ളൂ. ഇവിടെ മൊട്ടക്കുന്നുകൾ മൊത്തം കവർ ചെയ്ത് കിടക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച. അപ്പോൾ ഇത് നമ്മൾ നിർത്തി കണ്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു നഷ്ടമായി മാറും. ആ മലയുടെ മുകളിലൊക്കെ പുൽമേടുകളാണ്. മഴയായതുകൊണ്ട് മഴക്കാലം തീർന്നതിൻ്റെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ചൂട് തുടങ്ങി. 2 ദിവസമായിട്ട് നല്ല ചൂടുണ്ട്. മലയുടെയൊക്കെ മുകൾ ഭാഗത്ത് മാത്രമേ ഉള്ളൂ തണുപ്പുള്ളൂ. ബാക്കി എല്ലായിടും ഇപ്പോൾ ചൂടായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ശരി, നമ്മൾ പതിയെ ഈ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞിനെ ഒന്ന് ഇറക്കണം. പിന്നെ കുഞ്ഞിക്ക് ഇച്ചിരി ഫുഡ് കൊടുക്കണം. അവളും തണുപ്പ് മാറി വെയിലത്തോട്ട് വന്നപ്പോഴത്തേനും നല്ല ഉറക്കത്തിലാണ്. എന്താ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ അവിടെ ഉറക്കം കഴിഞ്ഞിട്ട് അവളെ എഴുന്നേൽപ്പിക്കാം. അപ്പം ശരി, നമുക്ക് യാത്ര തുടരാം. ഹലോ, നമസ്കാരം. ചോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു അടിപൊളി ഫ്രെയിം കണ്ട്. ഇത് കണ്ടോ, അങ്ങാകാല കാറ്റാടിപ്പാടമൊക്കെ ഉണ്ട്. അതിനടിയിലും മൊട്ടക്കുന്നുകൾ, കരിമ്പിൻ തോട്ടങ്ങൾ. അതൊക്കെ മാവാണ് കേട്ടോ, മാവ് കൃഷിയൊക്കെയാണ് ആ കാണുന്നത്. നല്ല സൂപ്പർ കാഴ്ചകൾ. അങ്ങാകലയെല്ലാം കാറ്റാടിപ്പാടങ്ങളാണ് കാണുന്നത്. നമുക്ക് അപ്പുറത്തെ വഴിയും പോകാൻ പറ്റും. പക്ഷേ അവിടെ ഒരു 8 കിലോമീറ്റർ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി പിടിക്കുന്നത്. ഈ വഴി ഇച്ചിരി മോശമാണ്, എന്നാലും ശരി, നമുക്ക് ഈ വഴിയെ തന്നെ പോകാൻ പറ്റും. അപ്പോൾ ഈ കരിമ്പിൻ തോട്ടവും ആ മുകളിലെ കാറ്റാടിപ്പാടവും ഒക്കെ കണ്ട്, മൊട്ടക്കുന്നിൻ്റെ മനോഹാരിതയൊക്കെ കണ്ട് നമ്മൾ വലിയ യാത്ര ചെയ്യുകയാണ്. പുൽമേടുകളാണ് മുഴുവൻ. ഇടയ്ക്കൊക്കെ കൃഷിസ്ഥലങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ശരി, അപ്പോൾ നമ്മൾ ഈ വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ്. മലയുടെ മുകളിലൊക്കെ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ വീണ് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ താഴത്തെ നെൽപ്പാടവും കരിമ്പിൻതോട്ടവും ഒക്കെ നിറയെ ഉള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതുണ്ടോ, ഒരു ചെറിയ ഗ്രാമം. അതുപോലെ തന്നെ മുകൾ ഭാഗത്തൊക്കെ ഗ്രാമങ്ങളുണ്ട് കേട്ടോ. അവിടെ ഒരു വാച്ച് ടവറൊക്കെ കാണാം. അതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ ചവിട്ടി പോവുകയാണ്. അവിടെ ഒരു ഗ്രാമം കാണാം. ഉള്ളിൽ അങ്ങകല ഒരു ഗ്രാമം കാണാം. അതിൻ്റെ ഇടയിലൊക്കെ ഗ്രാമങ്ങളുണ്ട്. ഈ മലയുടെ മുകളിൽ 10-30 വീടുകളുടെ ഒരു ചെറിയ ഗ്രാമമാണ്. അപ്പോൾ അതിലുള്ള വഴികളൊക്കെ ഇപ്പോൾ ഹൈവേയുടെ ലെവലിലോട്ട് കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നത് ആ മല ഇറങ്ങിയാണ് നമ്മൾ വന്നത്. പണി നടക്കുന്ന ആ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്താണ് നമ്മൾ താഴോട്ടിറങ്ങി വന്നത്. അപ്പോൾ ഒരുപാട് ദൂരേക്ക് ഈ വഴി ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മലനിരകളും നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അങ്ങകലെ ആ വലിയൊരു മലനിര കാണാം. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. ഒരു കാടിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി 16 കിലോമീറ്റർ 16 കിലോമീറ്റർ ഇനി ഈ കാടിനുള്ളിലൂടെ വേണം പോകാൻ. പക്ഷേ
ഇറക്കമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് 16 കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സിറ്റി കിട്ടത്തുള്ളൂ. അതിനിടയിൽ പോലീസ് ഔട്ട് പോസ്റ്റും ട്രാഫിക്കിൻ്റെ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ മൃഗങ്ങളുള്ള കാടാണ്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. എങ്കിലും നമ്മൾ യാത്ര തിരിക്കുകയാണ്. രണ്ടും കൽപ്പിച്ചുള്ള യാത്രയാണ്. 16 കിലോമീറ്റർ ഈ 3 മണി തൊട്ട് 5 മണി വരെയുള്ള സമയം കൊണ്ട് എത്തിച്ചേരുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും യാത്ര തുടരുകയാണ്. വേറെ എങ്ങും താമസിക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ് രാത്രിയായാലും നമ്മൾ യാത്ര തുടരും. അപ്പോൾ നമ്മൾ പതിയെ ഘാട്ടിറങ്ങുകയാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഘാട്ടാണ്. കാരണം കുത്തനെയുള്ള മലനിരകളാണ് കൂടുതലും. അപ്പോൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ 16 കിലോമീറ്റർ നമുക്ക് റിസ്ക് ഉള്ള ഏരിയ ആണ്. അപ്പോൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ നമുക്ക് സൈക്കിളിനൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും കടി കഴിയുന്നുണ്ട്. പിന്നെ ഗിയറിൻ്റെ ആണെന്ന് തോന്നുന്നു എന്തോ ഒരു ചെറിയ പ്രശ്നമൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും താഴോട്ട് ഞാൻ പോവുകയാണ്. രണ്ടും കൽപ്പിച്ച് പതിയെയുള്ള യാത്രയാണ്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ 16 കിലോമീറ്ററാണ് നമുക്ക് ഈ ചുരം ഇറങ്ങിപ്പോകാനുള്ളത്. ഇവിടെയെല്ലാം വർക്ക് നടക്കുകയാണ്. ഇത് കണ്ടോ, സൈഡിലെല്ലാം മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി നെറ്റ് അടിച്ചിരിക്കുന്നത് കാണാം. മുഴുവൻ നെറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. സൈക്കിളിന് എന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ബൈക്കിലത്തെ ബെയറിങ് കംപ്ലയിൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ താഴെ സിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. സിറ്റിയിൽ പോയിട്ട് നമുക്ക് നോക്കാം. ബെയറിങ് മാറാൻ പറ്റുവാണെങ്കിൽ അത് മാറാം. കാരണം നമ്മൾ എവിടുന്നാണ് എനിക്ക് തോന്നണേ ചെട്ടിനാടിൽ നിന്ന് മാറിയതാണെന്നോ തോന്നുന്നത്, തമിഴ്നാട്ടിൽ. അപ്പോൾ അതിൻ്റെ കാലാവധി തീരാൻ സമയമായെന്ന് തോന്നുന്നു. അപ്പോൾ മാറേണ്ട അവസ്ഥയാണ്. ഒന്നെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് 4-ാം നാൾ മൊബൈൽ താഴെ പോയി പൊട്ടി. അത് പിന്നെ മാറി 1500-1600 രൂപയായി. കേരള से ऑल इंडिया राइडिंग कर रहे हैं। हाँ जी, हाँ यूट्यूब है। ओके, खाना पीना रास्ता में कोई भी देता है. അപ്പോൾ നമ്മൾ പതിയെ താഴോട്ടിറങ്ങാണ്. ഇച്ചിരി റിസ്ക്കുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബ്രേക്ക് ഷൂ വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇറക്കി വെച്ച് നമുക്ക് മാറാം. ആവായി മുകളിലൊക്കെ പണി നടക്കുന്നുണ്ട്. മറ്റേ നെറ്റിൻ്റെ പണികൾ നടക്കുന്ന സമയമാണ്. നിറയെ കുരങ്ങന്മാരാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ഹനുമാൻ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഇതേ ഒരുത്തൻ ഇരിക്കുന്നു. സുന്ദരനാണ്, പക്ഷേ കൗശലക്കാരനാണ്. ഇവിടെയെല്ലാം മുകളിൽ നെറ്റിൻ്റെ പണി നടക്കുകയാണ്. ധാരാളം ആളുകൾ മുകളിൽ പണിയെടുക്കുന്നുണ്ട്. हाँ भाई, केरला से पूरा इंडिया। हाँ जी, हाँ जी, ओके ओके, शुक्रिया जी, शुक्रिया। जा रहे हैं। റോപ്പ് ഇടുന്ന പണികൾ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവരാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. ഇതുണ്ടോ, റോപ്പ് വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കംപ്രസറിൻ്റെ ഇതാണ് മുകളിലോട്ട് വിട്ടിരിക്കുന്നത് കേട്ടോ. കംപ്രസറിൻ്റെ ട്യൂബ്, കംപ്രസർ വേണ്ടി കിടക്കുന്നു. ബോൾട്ട് അടിക്കാനുള്ളതാണ്. ആ റോപ്പ് ഇറക്കിയിട്ട് ആ റോപ്പേൽ തൂങ്ങി നിന്നാണ് അവർ ബോൾട്ട് അടിക്കുന്നത്. ഞാൻ മുമ്പ് കണ്ടതാണ്, പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റിയില്ല. ആ റോപ്പ് വലിച്ചിപ്പം മുകളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിന് താഴോട്ടിട്ടിട്ട് താഴെ കൊണ്ടുവന്ന് ആദ്യത്തെ ബോൾട്ട് അടിക്കും. അത് കഴിഞ്ഞിട്ട് നെറ്റിട്ടിട്ട് പിന്നെ ബേസ് പ്ലേറ്റ് വെച്ചിട്ട് ബോൾട്ടിൽ കൂട്ടി
അത് നട്ട് മുറുക്കി ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല റിസ്ക്കുള്ള പണിയാണ് കേട്ടോ, കാരണം ഒരു മലയുടെ മുകളിൽ നിന്ന് അവർ തൂങ്ങി ഇറങ്ങുന്നതാണ്. ഇതിൽ നമ്മുടെ ഹാർനസ് എല്ലാം ഇട്ടിട്ട്. അപ്പോൾ പതിയെ നമ്മൾ ഘാട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റോഡിലൂടെ 166 നമ്മളിങ്ങനെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ബോൾട്ട് അടിക്കാനുള്ള ഹോൾ അടിക്കുന്നതുണ്ടോ, ഇങ്ങനെയാണ് അടിക്കുന്നത് കേട്ടോ. 3 പറത്തേൽ അത് മെഷീൻ ഔട്ടാൽ തന്നെ നിർത്തിയിട്ട് അടിക്കുകയാണ്. അപ്പോൾ അത് എല്ലാം ടൈറ്റ് ചെയ്ത് കിട്ടുകയാണ്. അപ്പോൾ കുറച്ചകത്തോട്ട് കയറി, അതുകൊണ്ട് അത് ടൈറ്റ് ചെയ്ത് കിട്ടുകയാണ്. അതൊന്ന് കണ്ടിട്ട് പോകാം കേട്ടോ. ഒരു ബോൾട്ട് അടിക്കുന്നത് पूरा नेट मारने का है, नेट डालने का है। हाँ, बोल्ट मार रहा इधर किया ना काम। हाँ देखा देखा। कहाँ पे है? മെഷീൻ വെച്ചിട്ട് നേരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. पूरा इंडिया, पूरा इंडिया। ओके, केरला से कितना दिन? 1 साल हो गया। 1 साल हो गया? हाँ, पूरा साउथ इंडिया पूरा घूमा। यहाँ खाना पीने और रास्ता से कोई मदद करता है, इसको नहीं ये चलेगा, नहीं ये तो पकाएगा, गैस वगैरह है। ഓക്കെ, പക്ഷേ നമ്മൾ വലിയ അവരുടെ കാഴ്ചകളൊക്കെ കണ്ട് വലിയ താഴെയിറങ്ങാണ്. അവിടെ ബോൾട്ടടി നടന്നുകൊണ്ടിരിക്കുന്നു. മേളിൽ നിന്ന് വണ്ടികൾ വന്നാൽ അറിയില്ല. ജനറേറ്റർ കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടോ, ബോൾട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരി, നമുക്ക് താഴോട്ട് പോവാം. വലിയ താഴോട്ട് പോവാം. കുറേ ട്രാവലേഴ്സ് താഴെ നിൽപ്പുണ്ട്. ഇങ്ങനെ പണി നടക്കുന്നിടത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് വണ്ടികൾ വരുന്നതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റിയില്ല. നമസ്തേ ജി, मैं केरला से हूँ। मैं पूरा इंडिया घूम रहा है। हाँ, एक महीना हो गया, सॉरी 1 साल हो गया। 1 साल हो गया? हाँ, बढ़िया बढ़िया। अभी किधर जा रहे हैं? अभी महाराष्ट्र पूरा देखने के लिए। कितना किलोमीटर चलता है? एक दिन में 60-70 जाता है। पहाड़ नहीं है तो मुश्किल नहीं। हाँ हाँ हाँ, पहाड़ है तो में थोड़ा कम हो जाएगा। हाँ हाँ हाँ। अभी रहता है लॉजिंग पे? नहीं लॉजिंग पे कैसे है, किधर भी टेंट डाल के कोई मंदिर में ऐसा ही पूछ के कोई दुकान का साइड में ऐसा ही जाता है। बढ़िया, थैंक यू। चलो चलो, आ जाओ। शुक्रिया। हिंदू है ना? नहीं क्रिश्चियन है। हाँ, ഓക്കെ ജി. അപ്പം നമ്മൾ താഴോട്ട് പോവുകയാണ്. അവിടെ ഡീസലുമായിട്ട് വന്ന ട്രാക്ടറിൻ്റെ ഡ്രൈവറാണത്. ഫലൂഡ കഴിക്കണമെന്നുണ്ട്, പക്ഷേ താല്പര്യമില്ല. ഫലൂഡ കഴിച്ച് നമ്മളൊരു പരുവത്തിലായി. ഇനി 15 കിലോമീറ്ററാണ് താഴോട്ട് സിറ്റിയിലേക്കുള്ളത്. അപ്പോൾ 15 കിലോമീറ്റർ പതിയെ ഇറങ്ങി സ്ലോലി. അപ്പോൾ
കേട്ടോ. ഇവിടെ ഒന്നും വീതി കൂട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ റോഡ് വേറെ വഴിക്കാണ് പോകുന്നത്. അവിടുന്ന് റോഡിനൊരു തിരിവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ റോഡ് വേറെ വഴിയായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ തുരങ്കം അടിക്കുമായിരിക്കും. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് മാറും താമസിയാതെ. ഞാനോർത്തെ അവിടെ ജംഗലിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിരുന്നതുകൊണ്ട് വിചാരിച്ചത് ഭയങ്കര വലിയ കാടായിരിക്കും, നമുക്ക് പ്രശ്നമാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇറങ്ങി വന്നപ്പോഴാണ് താഴെ കൃഷിസ്ഥലങ്ങളും കൊക്കയും കാര്യങ്ങളും ഒക്കെയാണ്. ഓഫ് റോഡേഴ്സാണ് മൊത്തം ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ മൂന്നാറിലൊക്കെ പോകുന്ന പോലെ തന്നെ, മൂന്നാർ വയനാടൊക്കെ പോകുന്ന പോലെ തന്നെ ഓഫ് റോഡേഴ്സ് ധാരാളമുള്ള സ്ഥലമാണ്. ധാരാളം താറുണ്ട് കേട്ടോ ഇവിടെ. താറ് ജിമ്മി കുറവാണ്. ജിമ്മിയിൽ നമ്മുടെ മലയാളീസ് വന്നപ്പോഴത്തേനും കണ്ണൂരുകാർ വന്നപ്പോൾ നമുക്ക് അകത്തെ കയറാൻ പറ്റി. എന്തോ ഒരു പ്രശ്നം സൈക്കിളിനുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതിന് പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മലയോര മേഖലയിൽ മുഴുവൻ ജീപ്പുകളാണ് ഇവിടെ. മഹീന്ദ്രയുടെ വണ്ടികളും ഫോഴ്സിൻ്റെ സിറ്റി ട്രാവൽ അങ്ങനത്തെ ആ വണ്ടിയാണ്. ഇവിടെയൊക്കെ പറയുന്ന മൂരി എന്നാണ് പറയുന്നൊരു വണ്ടി. ഇത് വടക്കൻ മേഖലകളിൽ ഫോഴ്സിൻ്റെ ആ ഒരു ചെറിയ ജീപ്പ്. അടിപൊളി. അപ്പം നമ്മൾ ഒരു ഘാട്ട് കയറി മറ്റൊരു ഘാട്ട് ഇറങ്ങുകയാണ്. ജഗൻബാവയുടെ ഘാട്ട് കയറിയിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഘാട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് താഴം വരെ ഇങ്ങനെ ഒറ്റ ഇരിപ്പിരുന്നാൽ മതി കേട്ടോ. പക്ഷേ ആഹാ, തണുത്ത കാറ്റൊക്കെ വരാൻ തുടങ്ങി. തുമ്പികൾ പറക്കുന്ന സമയമാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് തുമ്പികൾ മുട്ടയിട്ട് വിരിഞ്ഞ് പറക്കുന്ന സമയമാണ്. ഓണത്തുമ്പിയല്ല, ഇവിടുത്തെ തുമ്പിയാണ്. തുമ്പികൾ ധാരാളമുണ്ട്, ചിത്രശലഭങ്ങളുണ്ട്. അങ്ങനെ ഇതൊരു എന്താ പറയുക, ഒരു വനമേഖല, റിസർവ്ഡ് ഫോറസ്റ്റാണ്. അപ്പം നമ്മുടെ പുറകിലത്തെ ബെയറിങ്ങിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റക്കായി നിന്ന് പോയി. അത് സെറ്റായി കേട്ടോ. അപ്പം നമ്മുടെ ഒരു 400 രൂപ പോകാനുള്ള ചാൻസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. 400 അല്ല 500 രൂപ താമസിയാതെ പോകും. താഴം വരെ എത്തിയ ഭാഗ്യം എന്ന് പറയാം. ഏതായാലും പതിയെ അങ്ങ് പോവാം. റിമ്മ് ചൂടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടും. കുറച്ച് കഴിയുമ്പം നിർത്തിയൊക്കെ പോകാം, അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് പോകാം. കാരണം ബ്രേക്ക് ഫുള്ളായിട്ട് നമ്മൾ പിടിച്ച് പോകുന്നതുകൊണ്ട് റിമ്മ് ചൂടാകുമ്പോഴത്തേനും ട്യൂബ് അകത്ത് എയർ ചൂടായിട്ട് ട്യൂബ് പൊട്ടും. ട്യൂബ് പൊട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ടയറും പൊട്ടും. കാരണം ഒറ്റ ഇരിപ്പ് ചെയ്യുന്ന ടയറും പൊട്ടും. പണ്ടെല്ലാം സംഭവിച്ചത് അങ്ങനെയാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ താഴോട്ട് പോവുകയാണ്. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി.